കേരളത്തിൽ ഒന്ന് രണ്ട് ദിവസമായി ഓരോ മണൽത്തരികളും ചർച്ച ചെയ്യുന്നൊരു പേരായി ഷാഫി പറമ്പിൽ MP എന്നത് മാറുകയാണ്. അടികൊണ്ട് മൂക്ക് തകർന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരും ഉണ്ട്, അല്ലാതെ മൂക്കത്ത് തേങ്ങ വീണതൊന്നുമല്ല. ഷാഫി MP ആണ്, മർദ്ദിച്ചത് ഒരു MP യെയാണ്. അതുകൊണ്ട് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിട്ട് മാത്രമേ ഇനി വിശ്രമമുള്ളൂ എന്നാണ് കോഴിക്കോട് DCC അധ്യക്ഷൻ പ്രവീൺ കുമാർ പറഞ്ഞിരിക്കുന്നത്. അതാണ് DCCയുടെ തീരുമാനം. അങ്ങനെ ഷാഫി പറമ്പിൽ MPക്കെതിരായ പോലീസ് നടപടിയിൽ 3 ഉദ്യോഗസ്ഥർക്കെതിരെ ആണ് ഇപ്പോൾ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് DGPയുടെ മുന്നിലേക്ക് DCC എത്തിയിരിക്കുന്നത്. അതായത് 2 DYSPമാർ, ഒരാൾ റൂറൽ SP-യും മറ്റൊരാൾ DYSP-യും, അവരാണ് ഷാഫിയെ ലാത്തി കൊണ്ട് അടിച്ചത് നേതൃത്വം നൽകിയത്. അതുപോലെ തന്നെ നേരിട്ട് ലാത്തി കൊണ്ടടിച്ച പോലീസ് ഉദ്യോഗസ്ഥനും എതിരെ കോഴിക്കോട് കോൺഗ്രസ് നേതൃത്വം പരാതി നൽകി കഴിഞ്ഞു. നടപടി ഉണ്ടായില്ല എങ്കിൽ റൂറൽ SP-യുടെ ഔദ്യോഗിക വസതിയടക്കം ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധം കടുപ്പിക്കാനാണ് DCCയുടെ തീരുമാനം. പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് ഷാഫി പറമ്പിൽ ഉടൻ പരാതി നൽകാൻ പോവുകയാണ്. ഈ സംഭവം വളരെ ഗൗരവമുള്ളതാണ് എന്നും ചോര വീണത് ഒരു പാർലമെന്റ് അംഗത്തിന്റെ മുഖത്ത് നിന്നാണ് എന്നുള്ളതും വളരെ ഗൗരവമായി രാഷ്ട്രീയ ഭേദമന്യേ കാണുകയാണ് പാർലമെന്റ് സ്പീക്കർ അടക്കമുള്ളവർ. ഷാഫിക്ക് പരിക്കേൽക്കാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ച് പോലീസ് ആഭ്യന്തര അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എങ്കിലും എല്ലാ നടപടികളും വളരെ വ്യക്തമാകുന്ന വീഡിയോകൾ ഇവിടെയുണ്ട്. പോലീസ് നടപടിയിൽ വെട്ടിലായിരിക്കുന്നത് ഇപ്പോൾ തീർത്തും CPM ആണ്. പ്രതിരോധം തീർക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ CPM മാറുന്നു. നമുക്കറിയാം, പേരാമ്പ്രയിൽ നടന്ന സംഘർഷത്തിനിടെ ഷാഫി പറമ്പിലിന് പരിക്കേറ്റ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കുന്നതിനൊപ്പം തന്നെ നിയമ നടപടികളിലേക്കും കോൺഗ്രസ് കടക്കുമ്പോൾ CPM വെറും വട്ടപൂജ്യമാകുന്നൊരവസ്ഥയിലേക്ക് മാറുന്നു. ആദ്യഘട്ടമെന്ന നിലയിൽ 3 ഉദ്യോഗസ്ഥർക്കെതിരായി DGPക്ക് പരാതി നൽകി കഴിഞ്ഞു. സംഘർഷ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പേരാമ്പ്ര DYSP സുനിൽകുമാർ, വടകര DYSP ഹരിപ്രസാദ്, ഷാഫിയെ ലാത്തി കൊണ്ടടിച്ച സിവിൽ പോലീസ് ഓഫീസർ എന്നിവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ നേതൃത്വത്തിൻ്റെ പരാതി പോയിരിക്കുന്നത്. ഇതിനോടൊപ്പം പ്രാദേശിക തലത്തിൽ പ്രതിഷേധ പരിപാടികൾ തുടരാനും കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞു. നടപടി ഉണ്ടായില്ല എങ്കിൽ അടുത്ത ഘട്ടമായി മർദ്ദനത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരുടെ വീടുകളിലേക്ക് തന്നെ മാർച്ച് നടത്തുമെന്നാണ് കോഴിക്കോട് DCC അധ്യക്ഷൻ പ്രവീൺ കുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടെ CPM പൂർണ്ണമായും വെട്ടിലായിരിക്കുന്നു. കാരണം തെരഞ്ഞെടുപ്പുകൾ 2 വന്ന് മുന്നിൽ നിൽക്കുകയാണ്. വലിയ തിരിച്ചടിയാണ് അവരെ കാത്ത് നിൽക്കുന്നത്. പോലീസ് നടപടിയെ ന്യായീകരിച്ചുകൊണ്ട് പേരാമ്പ്രയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്ന LDFനെ തുറിച്ചു നോക്കുന്നതും ഇനിയുള്ള തിരിച്ചടികൾ തന്നെയാണ്. എല്ലാം വീഡിയോകളിൽ ദൃശ്യമാകുമ്പോൾ പിന്നെ ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യം അവിടെ ഇല്ല എന്നും അങ്ങനെ നടത്തിയാൽ അത് പച്ചക്കള്ളമാണ് എന്നും ജനങ്ങൾ തിരിച്ചറിയാൻ പോകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ പേരാമ്പ്രയിലെ വിഷയം ഷാഫി പറമ്പിലിന് അനുകൂലമായി നീങ്ങുന്നതിലെ ഒരു അപകടം അത് CPM LDF എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണത്തിൽ ചെറിയ തോതിലെങ്കിലും പ്രതിരോധത്തിലായിരുന്ന ഷാഫിക്ക് ഈ സംഭവം അത് വലിയൊരു അനുകൂലമായി മാറിയിരിക്കുന്നു എന്ന് CPM തന്നെ വിലയിരുത്തി കഴിഞ്ഞു. ഷാഫിക്ക് പോലീസ് മർദ്ദനത്തിലല്ല പരിക്കേറ്റത് എന്ന SP-യുടെ വാദം അത് CPM ഏറ്റെടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ആ ലാത്തിയടിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഇത് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയില്ല എന്നുറപ്പായി കഴിഞ്ഞു. ഇത് മറികടക്കാൻ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളുമായി ജനങ്ങളിലേക്ക് ഇറങ്ങാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും CPMൻ്റെ ഈ തീരുമാനം അംഗീകരിക്കാൻ പാർട്ടിക്കാർ പോലും തയ്യാറാകില്ല എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ കണ്ണൂർ DCCയും ഷാഫി പറമ്പിലും കൊടുങ്കാറ്റായി മാറുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്.